ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഹിന്ദി സീരീസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. 2020 റിലീസ് ചെയ്ത സീരീസാണ്. പാതാൾ ലോക് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഈ ഒരു സീരീസ് മസ്റ്റ് വാച്ച് സീരീസാണ് കേട്ടോ, മസ്റ്റ് വാച്ച് സീരീസാണ്. കുറേ ആയിട്ട് ഇത് കാണണമെന്ന് വെച്ചിരുന്ന സംഭവമായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് കാണാനൊരു അവസരം വന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ജനുവരി മാസം 17-ാം തീയതി ഈ ഒരു സീരീസിൻ്റെ സെക്കൻഡ് സീസൺ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് സീസൺ റിലീസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സീസൺ കാണാൻ സെക്കൻഡ് സീസൺ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് സീസണിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സീസൺ കണ്ടു. മസ്റ്റ് വാച്ച് സീരീസാണ്. ഇന്ത്യൻ എന്ന നിലയിൽ കണ്ടിരിക്കേണ്ട ഒരു വെബ് സീരീസാണ് പാതാൾ ലോക് എന്ന് പറഞ്ഞ ഈ ഒരു വെബ് സീരീസ്. ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു ക്രൈം ത്രില്ലർ വെബ് സീരീസാണ്. അപ്പോൾ അവിനാഷ് അരുണാണ് ഈ സംവിധാനം ചെയ്ത്, സുധീഷ് ശർമ്മയാണ് ഈ ഒരു സീരീസ് സൃഷ്ടിച്ചിട്ടുള്ളത്. അനുഷ്ക ശർമ്മയായിരുന്നു പിന്നെ ഇതിൻ്റെ നിർമ്മാണം. ഒരുപാട് കേസുകളൊക്കെ ഈ ഒരു സമയത്ത് ഇറങ്ങിയ സമയത്ത് ഒരുപാട് കേസുകളൊക്കെ ഉണ്ടായിരുന്നുള്ളതാണ്. ഒരുപാട് വിവാദം സൃഷ്ടിച്ച ഒരു സീരീസ് കൂടിയാണ്. ഇതിൻ്റെ കണ്ടൻറ് തന്നെയായിരുന്നു ഈ ഒരു സീരീസിൻ്റെ പിന്നെ എന്താ പറയുക, തൊട്ടാൽ പൊള്ളുന്ന ഒരു സംഭവമായിരുന്നു എന്നുള്ളതാണ് അവരെടുത്തു വെച്ചിട്ടുള്ളത്. തരുൺ തേജ്പാലിൻ്റെ 2010 നോവലായ ദ സ്റ്റോറി ഓഫ് മൈ അസാസിൻസ് എന്ന നോവലിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു സീരീസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ സ്റ്റോറി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഡൽഹിയിൽ വെച്ചിട്ട് ഒരു പിന്നെ എന്താ പറയുക, ഒരു പ്രശസ്തനായ ഒരു ജേർണലിസ്റ്റിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു 4 സംഘം വരുന്നതും, ആ 4 സംഘത്തെ പിന്നെ ഈ ഒരു ജേർണലിസ്റ്റിനെ കൊല്ലുന്നതിന് മുമ്പേ തന്നെ ഡൽഹി പോലീസ് പിടിക്കുന്നതും, അത് അന്വേഷിക്കുക, എന്താണ്, എങ്ങനെയാണ്, ആരാണ് അയച്ചത്, എന്തിനാണ് അയച്ചതെന്നുള്ള അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നായകന് ഈ ഒരു അന്വേഷണം ചുമതല കിട്ടുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കേസായിരിക്കും, ആദ്യമായിട്ട് കിട്ടുന്ന ഏറ്റവും വലിയൊരു കേസായിരിക്കും ഈ ഒരു കേസ് എന്നുള്ളത്. അത് അദ്ദേഹത്തിന് തെളിയിക്കാൻ പറ്റുമോ, പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന സംഭവങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു സീരീസിൽ മൊത്തം പറഞ്ഞു പോകുന്നത്. മൊത്തം 9 എപ്പിസോഡുകളാണ്, 45 മിനിറ്റുകളടങ്ങുന്ന 9 എപ്പിസോഡുകളാണ് ഈ ഒരു സീരീസിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ സീരീസിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് ജയദീപ് അഹ്ലാവത്തും, ഗുൽപനാഗ്, നീരജ് കബി, സ്വസ്തിക മുഖർജി എന്നിവരൊക്കെയാണ് ഈ ഒരു സീരീസ് പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എന്തായാലും നിർബന്ധമായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സീരീസാണ്. തമിഴ് ഹിന്ദി ഡബ്ഡ് വേർഷനൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സീരീസിൽ റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ സ്റ്റോറിയുടെ ആ ഒരു മുന്നോട്ടുള്ള പോക്കുകൾ വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് സിനിമ പോകുന്നത്. ഫാസ്റ്റായിട്ട് പോകുന്ന ഒരു കഥയല്ല എന്നുള്ളതാണ്. പൊളിറ്റിക്സ്, വർഗീയത, പിന്നെ സമൂഹത്തിലെ കറുത്ത പാടുകൾ, അതായത് ജാതീയത, പിന്നെ കൂടാതെ മതഭ്രാന്ത്, പിന്നെ ബീഫ് വിഷയങ്ങൾ, ആ ബീഫിൻ്റെ പ്രശ്നം ഉണ്ടാകുന്ന വിഷയം, അഭിമാന കൊല, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞു പോകുന്ന ഒരു സീരീസാണ് ഈ ഒരു സീരീസ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു സീരീസ് വിവാദമാകാൻ കാരണവും ഇന്ത്യയുടെ ആ ഒരു ഉള്ളറകളിലേക്ക് ആഴ്ന്നിറങ്ങി പോകുന്നൊരു പിന്നെ ഒരു മേക്കിംഗ് ശൈലി കൂടിയായിരുന്നു, കഥ പറച്ചിൽ കൂടിയായിരുന്നു എന്നുള്ളതാണ്. സാറിന് കണ്ട് മടുത്ത ആ ഒരു പിന്നെ ടെംപ്ലേറ്റിലല്ല ഈ ഒരു സീരീസിൻ്റെ സ്റ്റോറി പോകുന്നത്. വളരെ സ്ലോ ആയിട്ടാണ് സീരീസിൻ്റെ സ്റ്റോറി പോകുന്നതെന്നുള്ളതാണ്. അത് വിചാരിച്ച് 1-2 എപ്പിസോഡ് കഴിഞ്ഞ് ഈ സീരീസ് നിർത്തരുത്. കംപ്ലീറ്റ് കാണാൻ ശ്രമിക്കുക. അവസാനത്തേക്ക് എത്തുന്ന സമയത്ത് ശരിക്കും പറയുകയാണെങ്കിൽ കണ്ടില്ലെങ്കിൽ നഷ്ടമായി പോകുമായിരുന്നല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോവും. ആ രീതിയിലുള്ളൊരു സംഭവമാണ് പാതാൾ ലോക് എന്ന് പറയുന്ന ഒരു സീരീസ്. എന്തായാലും ജനുവരി മാസം 17-ാം തീയതി സെക്കൻഡ് സീസണിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. ഈ ഒരു സീരീസിലെ ഈ ഒരു സ്റ്റോറി എന്നുള്ളത് ഫസ്റ്റ് സീസണിൽ തന്നെ അവസാനിക്കുന്നുണ്ട്. സെക്കൻഡ് സീസണിലേക്ക് ഈ ഫസ്റ്റ് സീസണിൽ എന്താണ് സെക്കൻഡ് സീസണിലേക്ക് കണക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് എന്നുള്ളത് കാണാനാണ് കാത്തിരിക്കുന്നത്. എന്തായാലും ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മസ്റ്റ് വാച്ച് സീരീസാണ്. കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ, ഇതിനോടകം തന്നെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. ഞാൻ എന്താ പറയുക, വിട്ടുപോയൊരു സീരീസ് കൂടിയായിരുന്നു ഈ ഒരു സീരീസ് ഉള്ളത്. അപ്പോൾ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.